മുംബൈയിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്കായി വിഭാവനം ചെയ്ത ആദ്യ സംഗീത മത്സര പരിപാടിയിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 14 കുട്ടികളാണ് മാറ്റുരച്ചത്. നഗരജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ മാതൃഭാഷയുടെ മധുരവും ജന്മനാടിന്റെ സംസ്കാരവും മക്കൾക്ക് പകർന്നു നൽകുവാൻ സമയം കണ്ടെത്തിയ രക്ഷിതാക്കളെ വിധികർത്താക്കൾ പ്രത്യേകം അഭിനന്ദിച്ചു. മത്സരത്തിൽ അനന്യ ദിലീപ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2ാം സ്ഥാനം ധൻവിൻ ജയചന്ദ്രനും നിരഞ്ജൻ മേക്കാട്ടും പങ്കിട്ടു. മൂന്നും 4 സ്ഥാനങ്ങൾക്ക് അനശ്വരയും നിവേദിയും അർഹരായി. തുടർന്ന് നടന്ന കലാപരിപാടികളിൽ ഡിംപിൾ ഗിരീഷ്, അഞ്ജുഷ നായർ എന്നിവരുടെ ക്ലാസിക്കൽ ഡാൻസുകൾ ശ്രദ്ധേയമായി. അശ്വതി പ്രേമൻ, ദേവിക നായർ, അക്ഷയ് ഗണേഷ്, അഭിന ബിജോയ്, അഭിനവ് ഹരീന്ദ്രനാഥ് എന്നീ പ്രതിഭകളും മത്സരാർത്ഥികൾക്ക് പ്രചോദനമേകി. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം നിധി നായർ അവതാരകയായിരുന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? PR സഞ്ജയ് സാംസ്കാരിക പരിപാടികൾ നിയന്ത്രിച്ചു. പത്മരാജന്റെ തിരക്കഥയിലെ ഇപ്പോഴും ദൃശ്യാവിഷ്കരിക്കപ്പെട്ടാത്ത ഒരു തിരക്കഥയിലെ നായികമാരെ പോലെ I don't know, they lost them. These guys didn't spot you. അത്ര മനോഹരമായ ആർട്ട് ഓഫ് സട്ട്ലി മേക്കിംഗ് തിങ്സ് ബ്രില്യൻറ്റ് എന്ന് പറയുന്ന ഒരു കലയിലെ 2 ആളുകളെ കാണാൻ കഴിഞ്ഞു. ഐ റിയലി വാണ്ട് ടു റൈറ്റ് സം ഗ്രേറ്റ് സ്ക്രിപ്റ്റ് ഫോർ യു ഗൈസ്. ഐ ഡോണ്ട് നോ, ഐ ഫെൽ ലൈക്ക് ദാറ്റ് ആഫ്റ്റർ സീയിങ് യു. അത്ര മനോഹരമായ ആർട്ട് ഓഫ് സട്ടിൽ എന്ന് പറഞ്ഞിട്ട് സട്ടിലായിട്ട് കാര്യങ്ങളെ മെമ്മറബിൾ ആക്കുന്ന 2 പേർ. ഹേ ഗൈസ്, നിങ്ങളോട് ഇന്നത്തെ സായാഹ്നം അംശി മുംബൈ കടപ്പെട്ടിരിക്കുന്നു. കാരണം അത്ര എലഗൻ്റായിട്ടാണ്, അത്ര ഗ്രേസ്ഫുൾ ആയിട്ടാണ് നിങ്ങൾ ഞങ്ങളെ കണ്ടത്. നിങ്ങളെ കേൾക്കുവാൻ ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് വന്ന് 2 പേരും 2 വാക്ക് ഈ ഇവിടെ കളിച്ചവർക്ക്, ഇവിടെ പാടിയവർക്ക് വേണ്ടി പറയണം. ലഘുവായിട്ട് കമാ. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു സായാഹ്നത്തിൽ ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സഞ്ജയിനെ കുറിച്ചൊന്ന് പറയട്ടെ. ഒരു രക്ഷയില്ല. നമ്മൾ പണ്ട് ഹനുമാനെ ലങ്ക ചാടിക്കടക്കാനായിട്ട് ഹനുമാനെ അറിയില്ലായിരുന്നു സ്വന്തം ശക്തി എത്രയുണ്ടെന്ന്. അപ്പോൾ ജാമ്പവാൻ വന്ന് എഡിഫൈ എന്ന് പറയും, പുള്ളിയുടെ ഇത്രയും കഴിവുണ്ട്, ഇത്രയും ശക്തി ഉണ്ട് എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അത് ചെയ്യിപ്പിക്കുന്ന, അങ്ങനെയാണ് ലങ്ക ചാടിയത് ഹനുമാൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെയാണ് സഞ്ജയ് ഇവിടെയുള്ള എല്ലാ കലാകാരന്മാരെയും, എന്നെയും, എല്ലാവരെയും. നമ്മൾ പോലും ഇങ്ങനെയൊക്കെയാണോ സഞ്ജയ് പറയുമ്പോഴേ ആലോചിക്കണേ. അതിനൊരുപാട് നന്ദി ആദ്യം. പിന്നെ ആംഷി മുംബൈ, സഞ്ജയ് പറഞ്ഞ മാതിരി ഈ വിളക്ക് അത് ഒരുപാട് കാലം ജ്വലിച്ച് നിൽക്കട്ടെ.
ഇതുപോലെ ടാലൻസിനെയൊക്കെ കണ്ടുപിടിച്ച് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ശക്തി ഉണ്ടാവട്ടെ. മനോഹരമായ ഒരു സന്ധ്യ വളരെ മനോഹരമായി തന്നെ സഞ്ജു കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വേദിയിൽ വരാൻ സാധിച്ചതിലും വളരെ മനോഹരമായ വളരെ ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ പ്രകടനങ്ങൾ കാണാൻ സാധിച്ചതിലും അതിലൊക്കെ നിങ്ങൾ പങ്കെടുപ്പിച്ചതിനും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളും ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്തേക്കൊക്കെ തിരിച്ചു പോകുന്ന ഇതുപോലുള്ള വേദികൾ, സമ്മാനം കിട്ടൽ, കോമ്പറ്റീഷൻ്റെ ടെൻഷൻ, തൊണ്ടയടയോ എന്നുള്ള കാര്യം, ഇതൊക്കെ നമുക്ക് ഒരു നിമിഷം ഓർമ്മ വന്ന ഒരു ദിവസമായിരുന്നു എന്ന് ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന ആംചി മുംബൈക്ക് ഞാൻ നന്ദി പറയുകയാണ്. മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു.